നമസ്കാരം സാർ. നമസ്കാരം. UDF 100 തികച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകും പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇന്നലെ അദ്ദേഹം ആ പ്രസ്താവന ആവർത്തിച്ചിരിക്കുന്നു. പറഞ്ഞത് വെറുതെയല്ല, അതിന് ചില കാരണങ്ങളുണ്ടെന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. കെ സുധാകരൻ വിവാദം വളരെ രമ്യമായി പരിഹരിച്ച സതീശൻ്റെ ഗ്രാഫ് കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. എന്താണ് സാർ, സതീശൻ കൂടുതൽ കരുത്തനായിരിക്കുകയാണോ? അദ്ദേഹം വർദ്ധിത വീര്യത്തോടുകൂടി LDFനെ തകർക്കാൻ വേണ്ടി രംഗത്ത് എത്തിയിരിക്കുകയാണോ? എന്താണ് അങ്ങയുടെ വിശകലനത്തിൽ? രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ചിലർ പറയുന്നത് സതീശൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്നാണ്. പക്ഷെ തെളിയണമെങ്കിൽ പല ചേരുവകൾ വളരെ കൃത്യമായ രീതിയിൽ ഈ സമയത്തിനനുസരിച്ച് വന്നു ചേരണം. ഈ അവിയൽ നന്നാകണമെങ്കിൽ അത് വന്നു ചേരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഫർട്ട് നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ തരമില്ല. എടുത്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ കഴിഞ്ഞ തവണ അറിയാലോ, രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ നല്ല പെർഫോമൻസ്, വളരെ നല്ല പെർഫോമൻസ്. പക്ഷേ പെർഫോമൻസ് കൊണ്ട് കാര്യമായില്ല. അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും അത് നല്ല രീതിയിൽ വിവാദമാവുകയും സർക്കാർ വലിയ പ്രതിരോധത്തിലാകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDF ഏതാണ്ട് 100-നടുത്ത് സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തി. LDF അധികാരത്തിലെത്തി. അപ്പോൾ അതിനകത്ത് ഒന്ന് ആ സാഹചര്യമല്ല ഇപ്പോൾ. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരുന്നു. അവിടെ അന്ന് പോലാണ് ഈ സതീശൻ്റെ ഈ സ്ഥാനക്കയറ്റം പ്രതിപക്ഷ നേതാവുള്ള എന്നുള്ള നിലയിലേക്ക് വരുന്നതോടുകൂടി ഒരു തെളിച്ചം അവിടെ സംഭവിക്കുന്നു. വളരെ ഭംഗിയായി അദ്ദേഹം കരുതിക്കൂട്ടി തന്നെയാണ് അദ്ദേഹം കരുക്കൾ നീക്കിയത്. അത്തരം കരുക്കൾ നീക്കുന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി ശ്രദ്ധിക്കണമായിരുന്നു. ഒന്ന്, തൻ്റെ പാർട്ടിയിലെ ആൾക്കാരെ അടക്കി നിർത്തുന്നതോടൊപ്പം തൻ്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുക എന്ന ഒരു, അതുമില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അതൊരു ദൗത്യം അറിയാം. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വളരെ ഭംഗിയായിട്ട് അറിയുന്ന പല ആൾക്കാർക്കും അവർക്കും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സമയത്തെടുക്കുമ്പോൾ അവരെ വരാൻ അവരോടൊപ്പം നിൽക്കുന്നവർ ഇതൊക്കെ കണ്ട് പഠിച്ച് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് വാസ്തവത്തിൽ സതീശൻ എന്ന് വേണം നമുക്ക് കരുതാൻ. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഒരു നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കൃത്യമായി പിണറായിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഉള്ള അറ്റാക്ക് കൂട്ടത്തിൽ അദ്ദേഹത്തെ അതിനെ ഒരു പറ്റം ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവും. അതൊക്കെ തന്നെ വേണം. വളരെ അപ്പോൾ ഞാൻ വളരെ എന്താണ് അത്തരം ഒരു ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ച് പറഞ്ഞു വന്നത്, ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ആൾക്കാരുണ്ട്, അവർ ക്രമിച്ചിട്ട് അവസാനം ഇങ്ങനെ മാന്തി തള്ളിയിടും. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായി തനിക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ കൃത്യമായുള്ള തീരുമാനങ്ങളെടുത്ത് ആ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ആ ഉറച്ച തീരുമാനങ്ങൾ അവിടെയാണ് ഭാഗ്യം കൂടി അവിടെ അദ്ദേഹത്തിന് കടാക്ഷിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളായാലും ശരി ഒന്ന് നോക്കിയേ, വളരെ ഭംഗിയായിട്ട്. കെ സുധാകരൻ എല്ലാ കാലത്തും VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയായിരുന്നു. പക്ഷെ ആ സുധാകരനെ വളരെ ഭംഗിയായിട്ട് VD സതീശന് ഒതുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ തവണ നമ്മൾ മാറി ചിന്തിച്ച് നോക്കൂ. കഴിഞ്ഞ തവണ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടിയിരുന്നത് എന്ന് ഇരിക്കട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്വാഭാവികമായും ചെന്നിത്തല ചെന്നപ്പെടുമായിരുന്നു. ഇപ്പോൾ സതീശന് ചെന്നിത്തല മാറ്റി നിർത്തപ്പെടുകയും സതീശൻ രംഗപ്രവേശം ചെയ്തതോടുകൂടി സതീശനറിയാം ഈ ഒതുക്കപ്പെട്ട ഇപ്പോൾ KC ഉൾപ്പെടെയുള്ള ആൾക്കാർ അതൊക്കെ പറഞ്ഞു കേൾക്കുന്നതല്ല. ഇതൊക്കെ മോഹമുണ്ട്. ഇപ്പോൾ കെ സുധാകരന് മോഹം ഉണ്ടാവാം, KC വേണുഗോപാലിന് മോഹം ഉണ്ടാവാം, അല്ല മോഹിക്കുന്നതിൽ പൈസ എടുക്കട്ടല്ലോ. പക്ഷേ എങ്കിലും ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പൊളിറ്റിക്സിൽ വളരെ കൃത്യമായി തന്നെ ഈ സ്ഥാനം കണ്ടുകൊണ്ട് ഉള്ള 3-4 പേരെങ്കിലും ഇപ്പോൾ ഉണ്ട് കോൺഗ്രസിനകത്ത്. സ്വാഭാവികമായിട്ടും സതീശൻ ഇത് അറിയുന്ന ആളാണ് സതീശൻ. അപ്പോൾ അവരിലും ഒക്കെ മികച്ച പെർഫോമൻസ് വേണമെന്നും ആ പെർഫോമൻസിലേക്ക് തന്നെ ചൂണ്ടി ഇദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസിനകത്ത് നിന്ന് വിമതസ്വരങ്ങൾ വരാതെ ഉള്ളൊരവസരം സൃഷ്ടിക്കേണ്ടത് തൻ്റെ ആവശ്യമാണെന്നും കണ്ടതുകൊണ്ടാണ് സതീശൻ വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കി വളരെ
അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. വളരെ സ്മൂത്തായി, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പോകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് ഒരു വിഷയം വന്നിരുന്നു. കെ സുധാകരൻ്റെ വിഷയത്തിൽ ഒരു നിലപാടാണ്. അല്ല, ഒരു വശത്ത് കെ സുധാകരനും മറുവശത്ത് അടൂർ പ്രകാശുമായിട്ടാണ് സമ്മർദ്ദം അല്ല, ചെലുത്തുന്നത്. വളരെ ഇത്തരം വിഷയങ്ങളിൽ വളരെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതിൽ അദ്ദേഹം വിജയിക്കുന്നു. സമയം അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്നു. അദ്ദേഹം തറതോടാതെ ഓടുന്നു. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പട്ടികമായിട്ട് അദ്ദേഹം തിരിച്ചിവിടെ വന്നല്ലോ. കെ സുധാകരൻ വലിയ വിഷയങ്ങൾ ഉയർത്തുന്നു. ഒരുപക്ഷേ ഇതെല്ലാം കൈവിട്ടു പോകും എന്നൊരു അവസ്ഥ വരുന്നു. അത് ആ നേരത്ത് ഞാൻ പറയാൻ കാരണം, പൊതുവേ സതീശൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലും വ്യത്യസ്തപ്പെട്ടൊരു ബോഡി ലാംഗ്വേജിലും മാധ്യമപ്രവർത്തകർ വളരെയധികം കയർത്ത് അദ്ദേഹം സംസാരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാം. കാരണം ഈ മനസ്സ് മറ്റെന്തോ രീതിയിൽ മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 24 മണിക്കൂറിനകത്ത് നിങ്ങൾ സതീശൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് 24 മണിക്കൂറിനകത്ത് എല്ലാം ഓൾ സെറ്റ് റെഡി ടു ഗോ ആയിരുന്നു. ആ സമയത്താണ് സുധാകരൻ കയറി ഇടങ്കോലിടുന്നത്. അവിടെ സതീശൻ ചിലരൊക്കെ ഈ കട്ടന് പുറകെ നിൽക്കുകയുള്ളൂ. വളരെ അതും ഒരു കഴിവാണ് വാസ്തവത്തിൽ. ഈ സുധാകരൻ ഇവിടെ നിന്ന് പോരാടിക്കുമ്പോഴും സുധാകരൻ്റേത സമാനമായ മനസ്സുള്ള ആൾക്കാർ മറ്റ് സമ്മർദ്ദം ചെലുത്തുന്ന ആൾക്കാർ അത് തന്നെ അത് ഇളക്കി വിട്ടുകൊണ്ട് അതൊക്കെ ഇപ്പോൾ തന്നോടൊപ്പം അപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ കണ്ടാൽ സൈലൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പക്ഷേ ഇതെല്ലാം ഒരേപോലെ സതീശൻ ഒറ്റയ്ക്ക് നിന്ന് നിരീക്ഷിക്കണം. അതിന് നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് കയ്യിലുണ്ടാവും, കൂടെ ഉണ്ടാവും. അവർ കൃത്യമായി ഇത് ഫീഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇത്രയും നമ്മൾ നേരിട്ട് അടി വരുന്നത് മാത്രം ചെറുക്കാൻ കാത്തത് കഴിഞ്ഞാൽ പുറകെ അടി വരും. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടതിനാണ് സുധാകരൻ്റെ കേസിൽ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തത്. അതിൽ പെട്ടുപോയാൽ തനിക്കൊരു ഉണർവില്ല. ഇനി സുധാകരൻ്റെ വാദമാണ് മുൻതൂക്കം വന്നിരുന്നത്. സുധാകരൻ കയറി വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വന്ന് ഭയമിക്കേണ്ടത് വി.ഡി. സതീശൻ എന്നേക്കുമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തനായനെ. അങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ തൽക്കാലമുള്ള തൻ്റെ ഈ ഓട്ടത്തിൻ്റെ വേഗതയിൽ ഏത് സ്ഥാനത്തിന് വേണ്ടി നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ സ്ഥാനം സ്വാഭാവികമായും അദ്ദേഹം ആഗ്രഹിക്കും. അദ്ദേഹം അല്ല ആർക്കും എനിക്കിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വേണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി അന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാണത് വരും. അപ്പോൾ ആ റേസിൽ, ആ സ്പീഡിൽ, പേസിൽ സ്വാഭാവികമായി ഒരു കുറവ് അവിടെ വന്നു പോയനെ. സുധാകരൻ കയറി വരുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു. അല്ലെങ്കിൽ മറ്റു ആൾക്കാർ കുളംകലക്കികൾ കുറേ പേരുണ്ട്, അവരും വരുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊരു ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പലരെയായിരിക്കും. ആ മോഹികളും അതിനകത്തുണ്ട്. അപ്പോൾ അന്ന് പിന്നെ ഇതിലും വലിയൊരു അടി അവിടെ നടക്കും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടു. ഇതാ അവസരം നിഷേധിച്ചപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് വാസ്തവത്തിൽ അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. എടുത്ത സ്റ്റാൻഡ് ഇതായിരുന്നു. ഈ സ്റ്റാൻഡ് എടുക്കുമ്പോഴും അദ്ദേഹത്തിന് മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്ലാൻ വരുന്നു. അതിന് വ്യക്തമായ സംഭവങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റ് കുറയുന്നു, അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് സീറ്റ് കുറയുകയാണ് പലപ്പോഴും. ഇപ്പോൾ ഗൗരവ് ഗോഗയുടെ വിഷയം എടുത്താലും ഒരാൾ ഇപ്പോൾ രാജിവെച്ച് അങ്ങനെ പല പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും കേരളത്തിൻ്റെതായ ഒരു സിനാരിയോയിൽ അവശേഷിക്കുന്ന ഒരു സർവ്വം എന്നുള്ള നിലയിൽ ഇവിടെ കോൺഗ്രസ് നിലനിൽക്കേണ്ടുന്ന ആവശ്യമുണ്ട്, ഭരണത്തിൽ വരേണ്ടുന്ന ആവശ്യമുണ്ട്. 10 വർഷം മാറ്റി നിർത്തപ്പെട്ടിരുന്ന സംഭവമാണ്. ഇതെല്ലാം ഹൈക്കമാൻഡിനെ പറഞ്ഞ്, ഇദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്, ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധിപ്പിക്കുകയും അതിന് നമുക്ക് ഉചിതം ഈ 2 പാർട്ടികൾ സീറ്റ് ഇപ്പോൾ 32 ഇപ്പോൾ ഒന്നാ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ കെ സുധാകരൻ സീറ്റ് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ ആർട്ടിക്കിൾ വളരെ നേരിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഇതൊക്കെ ഹൈക്കമാൻഡിനെ കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സാഹചര്യം വിളിച്ചു പറയുന്നത് എംപിമാർ അവിടെ നിൽക്കട്ടെ, അതിന് ഒരുപാട് സൊല്യൂഷൻസ് പിന്നെയുണ്ട്. അപ്പോൾ അവിടെയും ബെനിഫിറ്റാണ്, കേരളത്തിലും ബെനിഫിറ്റാണ്. എന്തിനാണ് സംഭവം അത് ഹൈക്കമാൻഡ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഹൈക്കമാൻഡിന് ഈ വിഷയം പരിഹരിക്കാൻ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളല്ലായിരുന്നു ചെന്നിത്തല സമയത്ത് അന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളും കൂടി കൂടെ വന്നാലേ കാര്യം നടക്കുള്ളൂ. സാർ, അവിടെ ഒരു ചോദ്യം ശരിയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, കർട്ടന് പുറകിലിരുന്നുള്ള ചരടുവലികളുണ്ടായിരുന്നു, മറഞ്ഞു നിന്നുള്ള എന്താ പറയുക ഭീഷണികളുണ്ടായിരുന്നു. ഇതൊക്കെ അതിജീവിച്ച് സതീശൻ ഈ പറഞ്ഞതുപോലെ സുധാകരനെയും അടൂർ പ്രകാശിനെയൊക്കെ ഒതുക്കി ആ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ തന്നെ ഉറപ്പിച്ചു. ഒരു ചോദ്യം, ഘടകകക്ഷികളിൽ നിന്നും ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു സതീശന് മേൽ. അതിൻ്റെ കാര്യത്തിൽ എന്താണ്? ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന് സതീശനേക്കാൾ കൂടുതൽ താല്പര്യം ചെന്നിത്തലയോടാണ്. ഈ ഒരു മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വി.ഡി. സതീശൻ തന്നെ, കരുത്തൻ വി.ഡി. സതീശൻ തന്നെ. അങ്ങനെയെങ്കിൽ ഘടകകക്ഷികൾ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, ഇവരെല്ലാം, ജോസഫിനെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ സതീശന് സാധിച്ചു.
ഇവരെല്ലാവരും ഈ മാറിയ സാഹചര്യത്തിൽ സതീശനെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഇദ്ദേഹമാണല്ലോ എന്തായാലും പ്രതിപക്ഷ നേതാവ്. ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമാണോ കാര്യങ്ങൾക്ക് ഉത്തരവാദിയെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ അച്യുതണ്ട് ഇവിടെ കടന്നു ഇയാൾക്ക് ചുറ്റുമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒരു കാര്യത്തിൽ ഇവർക്കെല്ലാം ഏകാഭിപ്രായമുണ്ട്. ഒറ്റ കാര്യം, ഒരു വിഷയത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണുള്ളത്. കാരണം ഭരണം പോകരുത്. അവിടെ തിരിച്ചു പിടിച്ചേ മതിയാവും. അവിടെ ഏറ്റവും ആദ്യത്തെ ഒരു സേ ഉള്ളത് ഇദ്ദേഹത്തിനാണ്, പ്രതിപക്ഷ നേതാവിനാണ്. അതെ, സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹത്തെ പിണക്കിയുള്ള സ്ഥിതി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭരണപക്ഷത്തിനെതിരായ യുദ്ധം നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടുന്നതിൻ്റെ ബാധ്യത മറ്റവർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പോകുന്ന ഒരേ ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ അതിനെ ഇടംകോലിടാൻ അതാണ് ഈ കരുക്കൾ കോൺഗ്രസ് എന്നുള്ള ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് വേണ്ടി ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് കൃത്യമായിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടി ഈ 5 കൊല്ലം നേരത്തെ ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വളരെ കൃത്യമായി കരുക്കൾ നീക്കുന്നു. ആ കരുക്കൾ നീക്കുമ്പോൾ തന്നോടൊപ്പം വരേണ്ടതിൻ്റെ ഇദ്ദേഹത്തിനറിയാം. സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഇദ്ദേഹത്തിനറിയാം. അപ്പോൾ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, പലതും ഒത്തുവന്നു. ഈ ലീഗിൻ്റെ ഒരു കോൺഗ്രസിനെ മറികടന്ന് ലീഗ് അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ, അഭിപ്രായം പറയാം, കാരണം അവർക്ക് അത്രയും സീറ്റുകളുണ്ട് അഭിപ്രായമുള്ളത്. പക്ഷേ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരും തയ്യാറാവില്ല. അവരുടെ കീഴിൽ നിൽക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും തൽക്കാലം തയ്യാറാവില്ല. ഒപ്പം നിർത്തും. പക്ഷേ ഈ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഒപ്പം നിന്നേ കഴിയുള്ളൂ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇനി ഇതല്ലെന്നിരിക്കട്ടെ, കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ എനിക്കുറപ്പുണ്ട് ലീഗ് മറ്റു വഴിയടി പോവും. അപ്പോൾ ഈ പറഞ്ഞ ബന്ധങ്ങളെല്ലാം കാണുമോ? ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അവിടെ. അപ്പോൾ അതിന്മേൽ തൽക്കാലം മറ്റൊരാളെ ഓപ്റ്റ് ചെയ്യുന്നതിലും ഭേദം ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ വരാം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് ജയിച്ചു എന്നിരിക്കട്ടെ, ഈ ഓട്ടത്തിൽ ആദ്യം നിൽക്കുന്നത് സതീശൻ തന്നെയാണ്. അതിനകത്ത് എനിക്കൊരിക്കലും വിശ്വാസമില്ല. കെട്ടിയിറക്കി ഒരു വഴക്ക് വരും, പിന്നെ കെട്ടിയിറക്കും. എനിക്ക് അങ്ങനത്തെ ചിന്തയേ ഇല്ല. ഈ വോട്ട് ഹൈക്കമാൻഡ് അവിടെ കൃത്യമായിട്ട് സതീശനൊപ്പം നിങ്ങൾ ഇങ്ങനെ ഓടി വരികയാണെങ്കിൽ ഓട്ടത്തിന്റെ ആദ്യം ഇയാൾ തന്നെയാണ്. അതിൽ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത് സതീശനായി. അപ്പോൾ അതിനകത്ത് കൃത്യമായും സുധാകരനെ കൂടി സുധാകരനെ വളരെ ഒരു എതിർ സ്വരങ്ങളും സുധാകരനെ വെട്ടിയ രീതിയിൽ വെട്ടുന്നെന്ന് പറയാൻ പോലും അതിന് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് ആവശ്യം. അത് വളരെ കൃത്യമായി നിറവേറ്റി വരുന്ന ഓടി കിതച്ച് വരുമ്പോൾ ചിലപ്പോൾ 100 കിട്ടിയെന്ന് വരാം. അതൊരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അമിത ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയമാണ്. അവസാനം ഒരു 3-4 ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇതൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. മാറിയാലും സതീശൻ അഭിപ്രായം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ അഭിപ്രായം മാറ്റിക്കൂടാത്തതാണ്. അത് വോട്ടേഴ്സിനെ വലിയ തോതിൽ സ്വാധീനിക്കും. അദ്ദേഹം ഈ 100 തന്നെ പിടിച്ച് മുന്നോട്ട് പോട്ടെ. അങ്ങനെ പോയി ഇനി 72 കിട്ടിയെന്നിരിക്കട്ടെ. 72 കിട്ടിയ ഇദ്ദേഹം 72 100 അല്ലേ പറഞ്ഞത്, 72 കിട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാണോ അങ്ങനെയൊന്നും ആരും വരാനുള്ള സാധ്യതയില്ല. 72 കിട്ടുന്നതെങ്കിൽ പോലും ഒരു സീറ്റാണ് അധികം കിട്ടുന്നതെങ്കിൽ പോലും ഈ ഓട്ടത്തിൽ അദ്ദേഹമാണ് മുൻപിൽ. അത് സ്വാഭാവികമായിട്ടും പിന്നെ സീനിയോറിറ്റി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല, പിന്നെ കെട്ടിയിറക്കിയിട്ടും കാര്യമില്ല. പക്ഷെ അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ മിണ്ടാതെ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ, അത് വേറെ കേസ്. പക്ഷെ എങ്കിൽ കൂടിയും അത്രയും ഒന്നും നിലവാരമില്ലാത്ത ഒരു രീതിയിൽ പെരുമാറുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയും. ഹൈക്കമാൻഡ് അത്ര അങ്ങോട്ട് തരം താഴില്ല. കാരണം കോൺഗ്രസ് ഇവിടെ പോയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെ നിന്ന് പിടിച്ചു നിൽക്കും? നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെയും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പാരകളെയും ഒക്കെ അതിജീവിച്ച് വി.ഡി. സതീശൻ താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ചും. ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കുക, കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്തായാലും വരാൻ പോകുന്ന ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിൽ എന്തൊക്കെ ആഭ്യന്തര മാറ്റങ്ങൾ സംഭവിക്കും, അവരെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക, എങ്ങനെയാണ് അവർ വോട്ട് ചോദിച്ച് ജനങ്ങളെ സമീപിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നേരിട്ട് കാണാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.